നമസ്കാരം. ഞാൻ അങ്ങനെ ഈ വീഡിയോ ഒന്നും ചെയ്യുന്നതല്ല. പിന്നെ ഈ എഴുതാനുള്ളൊരു ബുദ്ധിമുട്ടും പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ ബിസി ആയതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. എന്നെക്കുറിച്ചെന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് ഗൗതം വാസുദേവ മേനോൻ ഒരു പരാമർശം ചെയ്തു. ദളിത് സിനിമകൾ, പ്രത്യേകിച്ച് തമിഴ് സിനിമയിൽ സംഭവിക്കുന്ന ദളിത് രാഷ്ട്രീയം പറയുന്ന സിനിമകൾ ഇപ്പോഴുള്ളൊരു കാലഘട്ടത്തിൽ അനിവാര്യമല്ല, ഇപ്പോഴുള്ളൊരു കാലഘട്ടത്തിൽ അത് ആവശ്യമല്ല എന്നുള്ള രീതിയിലൊരു പരാമർശം ചെയ്തു. இந்த ஜாதி இந்த மாதிரி விஷயங்கள் அதை கதையாட்டு சொல்லி அது இன்னைக்கு இல்லன்னு தெரிஞ்சு அதை 80s 90s செட் பண்ணி படம் பண்றது அது எனக்கு அவ்வளவு உடன்பாடு இல்லை. I don't think those stories need to be told anymore. இன்னைக்கு ஒரு கதை நம்மளால அதே ஃபீல் சொல்ல முடியாது. nobody wants that. പരാമർശം ചെയ്തു. പ്രത്യേകിച്ച് മാരി സെൽവരാജിൻ്റെയും പിന്നെ പാരഞ്ജിത്തിൻ്റെയും സിനിമകൾ ഇഷ്ടപ്പെടുന്നുള്ള ഒരാളെന്ന രീതിക്ക് ആ സിനിമകളെ അവരുടെ സിനിമകൾ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളെന്ന രീതിക്ക് എനിക്കെന്തോ അതിനോട് പ്രതികരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എഴുതാനും ടൈപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ തമിഴ് രാഷ്ട്രീയം നമ്മുടെ കേരളത്തിലൊരു ജാതി രാഷ്ട്രീയമല്ല തമിഴുള്ളത്. കേരളത്തിനേക്കാളും ഒരുപാട് വയലൻ്റായിട്ടും പല കാര്യങ്ങളിലും ഈ ജാതിയെ കൊണ്ടുവന്നിരുന്ന, കേരളത്തിലില്ലെന്നല്ല എങ്കിലും കേരളത്തിനെക്കാട്ടി കുറച്ചുകൂടി കൂടിയ രീതിക്കാണ് തമിഴിലെ ഒരു ജാതി രാഷ്ട്രീയം പോകുന്നത്. അപ്പോൾ നമുക്ക് തമിഴിലെ മലയാളത്തെയും ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലെ ഇന്ത്യയിലെ പല സിനിമകളും ശ്രദ്ധിച്ചറിയാം. ദളിതൻ്റെയും അല്ലെങ്കിൽ അടിസ്ഥാന വർഗത്തിൻ്റെയും പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ആരും സിനിമകൾ ചെയ്തിരുന്നില്ല. ഒരുപക്ഷെ ആ ഒരു ചേഞ്ച് കൊണ്ടുവന്നത് പാരഞ്ജിത്തും വെട്രിമാരനും മാരി സെൽവരാജുമായിരിക്കും. മലയാള സിനിമയുടെ, മലയാളത്തിൻ്റെ അല്ല തമിഴ് സിനിമയുടെ ഒരുപക്ഷെ ഗതി തന്നെ മാറ്റിയ സിനിമകളാണ് അവരെല്ലാം ചെയ്തിട്ടുള്ളത്. ഒരു പ്രിവിലേജിൽ നിന്നിട്ട് ഈ സിനിമകൾ ഇപ്പോൾ നടക്കേണ്ടതല്ല, മുമ്പ് 90 കാലഘട്ടങ്ങളിൽ നടക്കേണ്ടതാണ് എന്ന് പറയുന്ന ഈ നമ്മുടെ ഗൗതം വാസുദേവ മേനോൻ്റെ ജാതി പേര് പോലും വളരെ പ്രിവിലേജായി കൊണ്ടു നടക്കുന്ന ഒരാൾ പറയുകയാണ് ഈ സിനിമകളൊന്നും ഇപ്പോൾ സംഭവിക്കേണ്ടതല്ല, ഇവന് ജാതി പറയുന്ന സിനിമകളൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. നമുക്ക് ചുറ്റുമുള്ളത് നമ്മളൊരു പ്രിവിലേജിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ ഭയങ്കര എളുപ്പമാണ്. ജാതി ഇല്ല, ജാതി മാറിയിട്ടുണ്ട്, ജാതിപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, പിന്നെ എന്തിനാണ് റിസർവേഷൻ, പിന്നെ എന്തിനാണ് ജാതിപരമായ സിനിമകൾ എന്ന് ചിന്തിക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഏകദേശം ഇപ്പോഴും ഒരു വർഷം 50,000-ലധികം കേസുകൾ ദളിതരെ ആക്രമിച്ചതിലും ദളിതരെ ജാതി പേര് വിളിച്ചതിലും അംബേദ്കറിൻ്റെ പ്രതിമകൾ പൊളിച്ചതിലും പേര് ഫയൽ ചെയ്തിട്ടുണ്ട്. ഒരു വാരത്തിൽ ഒരാഴ്ചയിൽ 13 മരണങ്ങളാണ് ജാതിയുടെ പേരിൽ കൊല്ലപ്പെടുന്നത്. 13 പേരാണ് ജാതിയുടെ പേരിൽ കൊല്ലപ്പെടുന്നത്. അതേ ഇന്ത്യയിൽ നിന്നുകൊണ്ടാണ് മുഴുവൻ പ്രിവിലേജിൻ്റെയും ബലത്തിൽ GBM പറയുന്നത് നമുക്ക് ജാതി വേണ്ട, ജാതി ഇല്ല, ജാതിപരമായിട്ടുള്ള സിനിമകൾ എന്തുകൊണ്ടാണ്. ഈ ജാതിപരമായിട്ടുള്ള സിനിമകൾ മാരി സെൽവരാജിൻ്റെ ആയാലും നമ്മുടെ പാരഞ്ജിത്തിൻ്റെ ആയാലും സിനിമകൾ എടുത്താൽ തന്നെ നമുക്കറിയാം ആ സിനിമകളിൽ 80% സിനിമകളും യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. ദളിത അനുഭവപ്പെട്ട കഷ്ടപ്പാടുകൾ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. യഥാർത്ഥ സംഭവങ്ങൾ ആസ്പദമാക്കിയിട്ടുള്ള സിനിമകളാണ് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ വളരെയധികം ആലോചിക്കുന്ന വ്യക്തിയാണ് ഗൗതം വാസുദേവൻ. ഒരുപാട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഭയങ്കരമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നത്. പാരഞ്ജിത്തും നമ്മുടെ വെട്രിമാരനും മാരി സെൽവരാജും വന്നതുകൊണ്ടുള്ളത് മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പല വിഗ്രഹങ്ങളും ഉടഞ്ഞു വീഴുന്നതാണ്. ഇവരുടെ മനസ്സിൽ ഇപ്പോഴും ജാതി തോട്ട്സ് ഉണ്ട്, ജാതി ചിന്തകളുണ്ടെന്ന് നമ്മളെ കാണിക്കുവാൻ വേണ്ടി നമുക്ക് അറിയാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഭവം. പിന്നെ ഈ തമിഴ് സിനിമ ശ്രദ്ധിച്ചറിയാം, തേവർമകനും പിന്നെ നായ്ക്കറും പോലുള്ള സിനിമകൾ കഴിഞ്ഞ സമയത്ത് ഇറങ്ങിയിരുന്ന ഇൻഡസ്ട്രിയിൽ നിന്ന് വിപ്ലവപരമായ മാറ്റം കൊണ്ടുവന്നത് മാരി സെൽവരാജ് തന്നെയാണ്. മാരി സെൽവരാജ് ആയാലും പാരഞ്ജിത്തായാലും വളരെ വിപ്ലവപരമായ മാറ്റമാണ് കൊണ്ടുവന്നത്. അടിസ്ഥാന വർഗത്തിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന സിനിമകൾ ഇനിയും ഉണ്ടാവണമെന്നാണ് ആഗ്രഹം. അതിന് വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കണം. രാഷ്ട്രീയം പറയണം. നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിലാണ്, ജാതി ഒട്ടും തന്നെ കുറച്ച് മാറ്റപ്പെടാത്ത ഇന്ത്യയിൽ. അതുപോലുള്ള ഇന്ത്യയിൽ നിന്നിട്ട് നമുക്ക് ഇതുപോലുള്ള സിനിമകൾ ഉണ്ടാവണം. സിനിമകൾ വരുമ്പോഴേ നമ്മൾ ആരാധിച്ചിരുന്ന പല വിഗ്രഹങ്ങളും വീണ്ടും ഉടഞ്ഞു വീഴുകയുള്ളൂ. ഇവിടെയുള്ള പ്രിവിലേജിൽ നിന്നുള്ള സംസാരം കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ മാരി സെൽവരാജിൻ്റെ പരിഹാരം പെരുമാൾ സിനിമയിലൂടെയാണ്. நீங்களாக இருக்கிற வரைக்கும், நான் நாயாக தான் இருக்கணும்னு நீங்கள் எதிர்பார்க்குற வரைக்கும் இங்கே எதுவுமே மாறாது, இப்படியே தான் இருக்கும்.